നമസ്കാരം ഗഡീസ്. ദീപാവലിയൊക്കെ ആയിട്ട് എന്തുട്ട പരിപാടി? സ്വീറ്റ്സ് ഇല്ലാണ്ട് എന്തുട്ട് ദീപാവലി അല്ലേ? അപ്പോൾ ഒരു ശർക്കര അച്ചെടുത്ത് ഒരു പാനിലേക്ക് വെച്ച് വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ടേ നമുക്കൊരു നേന്ത്രപ്പഴം എടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാം കേട്ടോ. അടുത്ത പരിപാടി, ഉരുകി വന്ന ശർക്കരയിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് നല്ല സ്ലോ മോഷനിൽ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു അമൽ നീരദ് ചിത്രം പോലെ. ഒരു സ്ലോ മോഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് അവിലും കൂടി ചേർത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ട് നമ്മൾ വരട്ടി എടുത്താൽ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണികൾക്ക് കൊടുത്താലോ? ആക്ച്വലി നമ്മുടെ ഈ ഐറ്റത്തിന് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ണികൾക്ക് കൊടുത്ത മധുരമായ കാരണം ഇതിനെ നമുക്ക് ഉണ്ണിമധുരം എന്ന് വേണമെങ്കിൽ വിളിക്കാം. എങ്ങനെ ഇതിൻ്റെ പേരൊക്കെ വെറൈറ്റി അല്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കി കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ദീപാവലി എല്ലാവരും അടിച്ചു പൊളിക്കൂ. ശുഭം.